ആ മമ്മി ഇവളാണ് അടുക്കളയിൽ കയറിയേക്കുന്ന മമ്മിയുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ. ദേ അടുക്കളയ്ക്ക് തീയിടാൻ നോക്കണം കേട്ടോ. ആരെങ്കിലും ഇവളെ ഏൽപ്പിക്കുമോ ഇതൊക്കെ? സമ്മതിച്ച്. ഞാൻ ഉണ്ടാക്കിയ ബീഫ് കറിയിൽ തൊട്ട് പോയേക്കില്ല. എന്തിനാണ് വെറുതെ എൻ്റെ കൊച്ചിനോട് വഴക്കുണ്ടാക്കുന്നത്? കുളിച്ചിട്ടേ വന്നിട്ട് ഇവിടെ കഴിക്കാതിരുന്നാൽ മതി. നാറിയിട്ട് മേലെ ഇതിനെയൊക്കെ കളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നോളും. നിൻ്റെ ഒരു ചേട്ടനുണ്ടല്ലോ, അവനെ കണ്ടില്ലല്ലോ, വരുന്നേ ഉള്ളോ. വേറൊരു കെട്ടിയവനുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഒന്ന് ബുക്ക് കൊണ്ടിരിപ്പാ. ചായനൊക്കെ നേരത്തെ വന്നു മമ്മി. ഇത് അപ്പൻ്റെ കൂടെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ഇപ്പോഴാണ് ഓർത്തത്, ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞപ്പം. പിന്നെ വീണ സാറിനാണെങ്കിൽ 6 മാസം എടുക്കും ഒന്ന് നേരെ നിവർന്നിരിക്കാൻ. നട്ടലിന് ഫ്രാക്ചറുണ്ട്. ഓ ആണോ? എന്തായാലും ജീവനപായമൊന്നും പറ്റില്ലല്ലോ, അതുതന്നെ ഭാഗ്യം. നീ ചെന്ന് കുളിച്ചിട്ട് വാ. അതിഥി മതി, അതവിടെ ഇട്ടേരെ. നീ എന്നെങ്കിൽ അപ്പനെ വിളിച്ചിട്ട് വാ കഴിക്കാൻ. നീ ഇവിടെ ഇരുന്നേടാ ജേടാ. ഞാനാണെങ്കിൽ ഇതിനോട് കുറച്ച് സംസാരിക്കണം എന്നോർത്തായിരുന്നത്. പിന്നെ വന്നവൻ എങ്ങനെയാണ് സ്റ്റെയറിൽ നിന്ന് സ്ലിപ്പായിട്ട് താഴെ വീണത്? അതെങ്ങനെ എനിക്കറിയാനാ അപ്പ? പിന്നെ ഞാനും കേട്ടതായുള്ള താഴെ വീണെന്ന. കഷ്ടമായിപ്പോയി അല്ലേ? ഓഹോ, ഭയങ്കര കഷ്ടമായിപ്പോയി. അയ്യപ്പൻ്റെ അടുത്ത് വേണ്ടടാ മോനെ നിൻ്റെ പുലിക്കളി. എനിക്കറിയാം നീ ഇതിൻ്റെ പിന്നിൽ നിന്ന്. പിന്നെ എൻ്റെ മമ്മിയോട് മോശമായിട്ട് പറഞ്ഞവനെ കൈയും കെട്ടി നിന്ന് കേട്ടോണ്ടിരിക്കാൻ ജേടനെ പറ്റില്ല. അവനെ ഞാൻ താഴെയിട്ട്, അത്രേ ഉള്ളൂ. സാരിയില്ല, അവന് 2 കുറവുണ്ടായിരുന്നു. നിന്നെ അന്ന് കൈ വെച്ചപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചതാ. ഇങ്ങനെ ഇത് നന്നായി. അപ്പ മമ്മിയാണെങ്കിൽ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. രണ്ടാളോടും വരാൻ പറഞ്ഞു. നീ ചെന്നോ, ഞങ്ങളിപ്പം വന്നേക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ തപ്പിയല്ലോ. ദേ താഴെയാണെങ്കിൽ ഐസക്കങ്ങളും ഫാമിലി വന്നിട്ടുണ്ട്. മമ്മി വേഗം താഴോട്ട് വരാൻ പറഞ്ഞു. നീ എന്തിനാ ഡോർ അടിച്ചത്? എനിക്ക് പോകണം. അവിടെ മീയൊക്കെ വന്ന് കാണാം. അവര് പോയില്ലേ? മാറി നിൽക്കും അങ്ങോട്ട്, എനിക്ക് പോകണം. മാറണോ വേണ്ടത് ഞാൻ തീരുമാനിക്കാം. നിൻ്റെ മോഹനെ വീർത്തിരിക്കുന്ന കുറച്ച് നേരം എൻ്റെ കൂടെ നിന്നെന്ന് വെച്ചതിൻ്റെ വയറ്റിലൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിൽക്കേ. നിന്റെ സംസാരമാണെങ്കിൽ അതിര് വിടുന്നുണ്ട് കേട്ടോ. വട്ടാണോ നിനക്ക്? എന്താടി നീ ഇപ്പം എന്നോട് പറഞ്ഞത്? എനിക്ക് വട്ടായിട്ട് നിനക്ക് തോന്നിയോ? ചോദിച്ചത് കിട്ടില്ലേ? ഇച്ചായനെ ഞാനാണെങ്കിൽ പിന്നെ എൻ്റെ കൈ വിടാനാ പറഞ്ഞത്. എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? അതെ, എനിക്ക് തോന്നി, വട്ടായിട്ട് തന്നെ തോന്നി. നിന്നെ അപ്പം ഞാൻ സ്നേഹിച്ചതാണോ നിനക്ക് വട്ടായി തോന്നിയത്? നിന്നെ ഞാൻ കെയർ ചെയ്യുന്നതാണോ നിനക്ക് വട്ടായി തോന്നിയത്? പറ. നോക്കി പെയിനെടുക്കുന്ന പോലെ. എന്നെ പറ്റി കണ്ണു തുറക്ക്. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. നമ്മുടെ കൂട്ടത്തിലൊരുത്തനെ അവൻ തൊട്ട് കളിച്ചേക്കുന്നത്. ഇവന് ഈ അവസ്ഥ വരുമെന്ന് ഞാൻ ഓർത്തില്ല. ചീടനെ പുറത്ത് വിടില്ല. അന്ന് വെച്ചെടുത്തി അടിയൊന്നും ചെയ്യില്ല. അതെ, റോഷൻ പറഞ്ഞതാ ശരി. വീഴ്ത്തുമ്പോൾ അവൻ്റെ മർമ്മം നോക്കി അടിച്ചങ്ങവനെ വീഴ്ത്തണം. പെട്ടെന്നൊന്നും എഴുന്നേക്കാൻ പാടില്ല, അതിന് വഴിയുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തണമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ അടുത്ത പരാതിയും ചോർത്തി. നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അത് ആരാണെങ്കിലും ഞാൻ പിടികൂടും. ഇവിടെ വരുന്ന പരാതി മൊത്തം അവന് ചോർത്തിയിട്ട് അവൻ അതിനെതിരെ ആക്ഷൻ എടുക്കുക. അവനാര ദൈവമോ? നിയമം ഒരിക്കലും ആരെക്കൊണ്ടും കയ്യിലടിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഓക്കെ, ഓൾ ഓഫ് യു മേ ലീവ് നൗ. ജാക്സ, എടാ നീ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നേക്കുന്നത്. സത്യത്തിൽ ഇതെന്താ കേസ്? എനിക്കെങ്കിലും ഒന്നും പിടിയിട്ടില്ല. എന്ത് നിയമം കയ്യിലെടുക്കുന്ന കാര്യം നീ പറയുന്നത്? എൻ്റെ ജെയിംസ് ഇത് തലവേന പിടിച്ചത്. സത്യം പറഞ്ഞ് ഞാൻ വെളിയിൽ തുറന്ന് പറയാത്തതാണ്. നമ്മുടെ എൻറ്റയർ സിസ്റ്റം വെബ്സൈറ്റും അവർ ഹാക്ക് ചെയ്തേക്കുക. ഏത് കേസ് അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റർ ചെയ്താലും അതിന് ഒന്നെങ്കിൽ അതിൻ്റെ വിക്ടിമോ അല്ലെങ്കിൽ പ്രതിയോ മരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ നന്നാവുന്നു. എന്താ ഈ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 3 പേരുടെ കൊലപാതകം നടന്നു, അതും ഇങ്ങനത്തെ പ്രതികളുടെയാണ്. വാട്ട്? എൻ്റയർ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തേക്കുന്നോ? ഡേറ്റാ ബേസിൽ ഉൾപ്പെടെ? ഇതാരാ? ദിസ് ഈസ് എ സീരിയസ് കേസ്.
എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഇനി പണി തുടങ്ങേണ്ട സമയമായി. ആരാണെങ്കിലും കൈയോടെ പൂട്ടണം. മർഡർ നടക്കുന്നുണ്ടല്ലേ? ഓക്കേ. മുകളിൽ നിന്നുകൊണ്ട് നല്ല പ്രഷർ. എനിക്കെങ്കിൽ ഭ്രാന്ത് പിടിക്കുക. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ തീരുമാനമാക്കണം, അല്ലെങ്കിൽ ശരിയാവില്ലടാ. ഇച്ചായ, എൻ്റെ കുഞ്ഞ് ഇവനെന്ത് ഇത്ര നേരമായിട്ട് എഴുന്നേക്കാത്തത്? ഇനി അവനെന്തേലും... എൻ്റെ പൊന്നു ജീന, താനിങ്ങനെ വിഷമിക്കാതെടോ. അവനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നല്ല ടയേർഡാന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും, വേറെ ഒന്നുമില്ല. അതേ ജീന, അവനോക്കെയാ. ജസ്റ്റ് കുറച്ച് ടയേർഡായതുകൊണ്ട് അവൻ തലചുറ്റി വീണു, അത്രയേ ഉള്ളൂ. കുട്ടികളെല്ലാവരും പേടിച്ചിരിക്കുമായിരിക്കും. നിങ്ങളെല്ലാവരും ചെല്ല്. ആദി, നീ വിഷമിച്ചിരിക്കാതെ നീ ഇങ്ങോട്ട് വന്നേ. എനിക്ക് നിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വാ. നിൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്കറിയാം മിയ. ഞാൻ അതിനെ അനുവദിക്കത്തില്ല. നീ വന്നോ? ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നീ എല്ലാവരും ശ്രദ്ധിച്ചോ? ഇവിടെയുള്ളവർക്കൊക്കെ എന്തോ ഒരു കാര്യം ഹൈഡ് ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേ? എപ്പോൾ ഷെയ്ഡൻ ഹൈഡ് ചെയ്യാനോ? ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും നല്ല വിഷമത്തില്ല. ഈ ചായം കളിയൊക്കെ കഴിഞ്ഞ് വന്നാലേ അതിൻ്റെ ഒരു ടയർഡ്നെസ്സാണല്ലേ പറഞ്ഞത്. ഞാനപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ആദ്യം നീ കണ്ണടച്ചിരുട്ടാക്കാതെ നീ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ചേട്ടനാണെങ്കിൽ ഇത്രയും ദേഷ്യമുള്ള സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചേട്ടന് എന്തോ മാനസിക രോഗമാണ്. നീയാ എൻ്റെ ഇച്ചേനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. നീ ദേഷ്യപ്പെടാതെ ആദ്യം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. നിനക്ക് നല്ലത് വരണമെന്ന് ഞാനിപ്പോഴും ആഗ്രഹിക്കത്തുള്ളൂ. ചേട്ടൻ നിനക്ക് ചേർന്ന ഒരാളല്ല. അതുകൊണ്ട് നിനക്ക് പോകാൻ മേലെ. ഇല്ല മിയ, ഞാൻ ഈ ചായ വിടട്ടെ. എങ്ങോട്ടും പോവില്ല. ഞങ്ങളെല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞു. വാട്ട്? എന്താ നീ ഇപ്പോൾ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? വാ, അമ്മയാണെങ്കിൽ എല്ലാവരും കഴിക്കാൻ വിളിക്കുന്നുണ്ട്. വാ മിയ. താനെന്തിനാ വാതിലടിച്ചത്? നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഇച്ചായനെ ആദ്യം അവരുടെ വഴിക്ക് വിട്ടേരെ. അപ്പം ഞാൻ ആദ്യനെ പിരിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്? എങ്കിൽ നീ ജിമ്മിൻ്റെ വേറൊരു മുഖം കാണും. വാ, കഴിക്കാൻ വാ. അപ്പം നീ എന്താ പറഞ്ഞിരുന്ന? കെവിനെയും അവൻ്റെ അങ്കിളിനെയും അവരുടെ വീട്ടിലെ ആ മൂത്ത ചെക്കനാണോ? അതേ മമ്മി, അവനെ എല്ലാവർക്കും പേടി. അവൻ അത്ര ശരിയല്ല. കേട്ടിടത്തോളം ആ ചെറുക്കൻ നിസ്സാരക്കാരനല്ല. എന്തായാലും അവിടെ പഠിച്ചിട്ട് ഇറങ്ങുക, അല്ലാണ്ട് കൂടുതൽ കയറി അവനായിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. കേട്ടോടാ? ഇച്ചാൻ ഇതൊക്കെ കേട്ട് പേടിച്ചോ? പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ കൂട്ടണ്ട എന്നെ. ജീനയില്ലേ, ജീന ടീച്ചർ, അവളുടെ ധൈര്യമേ ആ ചെറുക്കനാണ്. എനിക്കറിയാം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞാൻ ഇവിടുത്തെ വീരക്കാരിയാക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി തൊള്ളയും മോനും കൂടെ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞേക്കില്ലേ. നിങ്ങളുടെ എന്തെങ്കിലും ഒപ്പിക്കുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. കേട്ടോ? ഇച്ചായം പേടിക്കണ്ട. ഇതിന് റോഷൻ്റെ പിന്നിൽ നിന്ന് കളിക്കാൻ ഞാനുണ്ട്. അവനൊരാപത്തും വരുന്നത് ഞാൻ നോക്കിക്കോളാം. ജീടൻ ഇന്ന് കോളേജിൽ വന്നിട്ടില്ലോടാ. അവനെ കണ്ടില്ലല്ലോ. അവൻ എന്നാ പറ്റിയേ? നിനക്ക് ആ പുലിനെ കാണാതിരിക്കാൻ മേലെ. ഇതാ ആദ്യം നിൽക്കുന്ന അവളോട് പോയി ചോദിക്കുന്നെങ്കിൽ. ഈ പേടന്മാർ ഇതിൽ കൂടെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ടായിരുന്നു. എന്തെല്ലാം അവസരം കിട്ടിയതല്ലേ. ഒന്ന് പോയി ചോദിച്ചേക്കാം അല്ലേ? ആദ്യ തിരക്കിലാണോ? അല്ല, എന്താ? ഒന്നുമില്ല. ഞാനാണെങ്കിൽ അവനെ കാണണമെന്നുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസത്തെ മാച്ചും പിന്നെ അടിയൊക്കെ ആയി ഭയങ്കര വിഷയമായതാണല്ലോ. എന്തായാലും ആത്മാർത്ഥമായിട്ട് അവനോട് ഒരു സോറി പറയാൻ വേണ്ടിയിട്ടാണ്. എന്നെങ്കിൽ നീ പറയടാ, നിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സോറി ഞാൻ ഒന്ന് കേൾക്കട്ടെ. അത് പിന്നെ ചെയ്യടാ. അന്ന് ദിവസം നടന്നത്. ഇച്ചയ, നീ ഇങ്ങോട്ട് വന്നേ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. ആ ചേട്ടൻ പൊക്കോട്ടെ. നിനക്ക് മേലാത്തല്ലേ, നീ പിന്നെ എന്തിനാ വന്നത്? എടാ ചെയ്ടാ, നീ വന്നതാണെങ്കിൽ ജിമ്മിൻ പറഞ്ഞു. എന്താടാ ഇവനെന്താ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഞാനാണെങ്കിൽ ഇവനെ കാണാത്തതുകൊണ്ട് ആദ്യം ഒരു തിരക്കിയതാ, അത്രയേ ഉള്ളൂ. ആദ്യമല്ലടാ, നിനക്ക് അതിഥി. നീ കൂടുതൽ ചെല്ലപ്പേരിട്ട് അവളെ വിളിക്കണ്ട. നീ ബബ അടിക്കാതെ ചെല്ല്. എന്തിനായി ചെയ്യാ ചുമ്മാ ആ ചേട്ടനോട് വഴക്കുണ്ടാക്കുന്നത്? ആ സാരിയില്ല, പോട്ടെ. ഞാൻ ഈ ചേട്ടനോട് അവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ല, പിന്നെ എന്താ വന്നത്?
ഞാൻ വരാത്ത ദിവസം നീ കോളേജ് വരണ്ടായിരുന്നല്ലോ. നിന്നോട് ആരാ പറഞ്ഞത് എന്നെ ഇട്ടിട്ട് പോരാൻ? അതാ ഞാൻ വന്നത്. ശരി ശരി, ഇനി അത് പറയാത്ത ഇറുക്കിക്കണ്ട. എന്തായാലും നടക്ക്, നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അതിനത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. പിന്നെ ഞാൻ പറഞ്ഞ അസൈൻമെൻറ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രവീൺ എല്ലാവരുടെ അസൈൻമെൻറ്റ് കളക്ട് ചെയ്തിട്ട് എൻ്റെ ടേബിളിൽ കൊണ്ടുവെക്കുക. ഓക്കെ, 1 സെക്കൻഡ്. താങ്ക് യു. ഇച്ചായൻ്റെ വർക്കിംഗ് അവേഴ്സും കഴിഞ്ഞല്ലോ, നമുക്കെന്തെങ്കിലും വീട്ടിൽ പോകാമായിരുന്നല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ 3rd ഇയേഴ്സ് ക്ലാസ്സിലാണെങ്കിൽ ടൂർ പോകുന്നതിൻ്റെ ചർച്ചയിലായിരുന്നു. ആ, അത് ശരിയാടോ. ഇനി 2 മാസം കഴിയുമ്പം അവർക്ക് ഫൈനൽ എക്സാം വന്നു. പിന്നെ പിള്ളേരെല്ലാം അവരുടെ വഴിക്ക്. അതിനു മുമ്പ് ഈ കാര്യമുണ്ടല്ലോ അല്ലേ, 3rd ഇയേഴ്സ് നല്ല കാഞ്ഞ വിത്തുകളാണ്. നല്ല സൂക്ഷ്യവും വേണം, അല്ലെങ്കിൽ ഇവന്മാർ നമുക്കിട്ട് പണി തരും. ഒരു തലവേന പിടിച്ച കേസാണ്. എന്തായാലും തീരുമാനം എടുക്കാം. താമ്പാ. പിന്നെ ഒരു കാര്യമുണ്ട് ഇച്ചായ, ജെയിംസ് ചേട്ടായി വിളിച്ചായിരുന്നു. അപ്പോഴാണെങ്കിൽ എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മളോട് നേരെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയായിരിക്കും, നമ്മുടെ ജെയ്ഡനെ ബിസിനസ് ഏൽപ്പിക്കുന്നത്. അവൻ്റെ കോഴ്സും കഴിയാറായല്ലോ. അവൻ ബിസിനസ് ഏറ്റെടുക്കുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ട്രെസ്സും കൂടെ അവൻ്റെ മനസ്സിനെ ബാധിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. പിന്നെ എന്തായാലും അവൻ്റെ ഇഷ്ടമല്ലേ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ പ്രാവശ്യത്തെ ടൂറിന് ഞാൻ പോകുന്നില്ല ഈ പിള്ളേരുടെ കൂടെ. നമുക്ക് സിമി മിസ്സിനെയും പിന്നെ വേറൊരു സാറിനെയും കൂടെ പറഞ്ഞു വിടാം. എന്നിട്ട് നമുക്കാണെങ്കിൽ തറവാട്ടിലേക്ക് പോകാം. ചേട്ടനൊക്കെ പോയിട്ട് വരട്ടെ ടൂറിന്. അവൻ വന്നതിന് ശേഷം തറവാട്ടിലേക്ക് വരുമ്പം ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്തായാലും എക്സാം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വെച്ചാൽ. അത് നല്ലൊരു ഐഡിയ. നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. ഇപ്പം എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ആദ്യം കൂടെ കൊണ്ടുപോകണം കേട്ടോ. ആ കൊച്ചിനെ ഈ പ്രാവശ്യം ഓർഫനേജിലേക്ക് പറഞ്ഞു വിടണ്ട കുടുംബത്ത് പോകുമ്പം. പിന്നെ സോസനുമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അവൾ കുത്തി കുത്തി സംസാരിക്കും. അത് വലിയ മൈൻഡ് ചെയ്യേണ്ടെന്ന് ആദ്യമൊക്കെ ഒരു ക്ലാസ് ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോകാമല്ലേ. എനിക്ക് പിന്നെ താൻ വാ, നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങിയേക്കാം. ജെയിംസേ, നാളെ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ജെയ്ഡൻ ഇവിടെ എത്തിയിരിക്കണം.